ഹലോ എവരിവൺ. നമ്മൾ സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ ട്രേഡ്സിലെ സെക്കൻഡ് ഇയർ NCVT സ്റ്റുഡൻസിൻ്റെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ കീസ്, കപ്ലിങ്സ് ആൻഡ് പൈപ്പിംഗ് കമ്പോണൻസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് കീസ് ആണ്. കീസ് ഈസ് എ ഫാസ്റ്റനിങ് ഡിവൈസ്. ഒരു ഷാഫ്റ്റ് ഹബ്ബുമായിട്ട് പോസിറ്റീവ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്പോണൻ്റാണ് കീ എന്ന് പറയുന്നത്. കീ നിങ്ങൾ കണ്ടിരിക്കും. അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഇത് ഷാഫ്റ്റ്, ഇത് ഹബ്ബ്, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ഷാഫ്റ്റ് ഒരു പുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റും ഒരു ഗിയറുമായിട്ടും ഒക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഷാഫ്റ്റിനോട് ചേർന്ന് ഗിയർ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളി മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്യുന്നതിനെ പൊതുവെ ഹബ്ബ് എന്ന് പറയും. അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കീ ഉപയോഗിക്കും. ഈ ചാനലിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ആ വസ്തുവിനാണ്, അല്ലെങ്കിൽ ആ ചെറിയൊരു കനം കുറഞ്ഞ ഒരു എന്താ പറയുക, ആ ഒരു ഡിവൈസിനാണ് കീ എന്ന് പറയുന്നത്. ഇത് കീ വേ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കീ ഇവിടെ കാണിച്ചിട്ടില്ല. കീ വേ, കീ സീറ്റ്, കീ വേ. ഷാഫ്റ്റിലും പിന്നെ അതിലെ ഹബ്ബിലും കയറി നിൽക്കുന്ന അതുപോലെയുള്ള ഒരു സംവിധാനമാണ് സങ്ക് കീ എന്ന് പറയുന്നത്. കീ ആദ്യമായിട്ടുള്ള അതിൻ്റെ പിന്നെ ക്ലാസിഫിക്കേഷനാണ് സങ്ക് കീ ആൻഡ് സാഡിൽ കീ. സങ്ക് കീ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഷാഫ്റ്റിലും അതുപോലെ ഹബ്ബിലും ഒരു സ്ലോട്ട് ഉണ്ടാവും. അതിൻ്റെ പകുതി ഭാഗം ഷാഫ്റ്റിലും പകുതി ഭാഗം ഹബ്ബിലും. പകുതി ഭാഗമല്ല, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് കീ സീറ്റ് ഓൺ ഷാഫ്റ്റ് 0.6 H. ആ ഷാഫ്റ്റിൽ ഈ കീയുടെ ഹൈറ്റ് H ആണെങ്കിൽ അതിൻ്റെ 0.6 പാർട്ട്, അല്ലെങ്കിൽ 10/6 ഭാഗം ഷാഫ്റ്റിലേക്ക് താഴ്ന്നു നിൽക്കുന്നു. 10/4 ഭാഗം ഹബ്ബിലേക്ക് കയറി നിൽക്കുന്നു. അപ്പോൾ ഇത് കീ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഷാഫ്റ്റും ഹബ്ബും ഒറ്റ യൂണിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ കൂടെ തന്നെ ഡ്രൈവ് ചെയ്യപ്പെടും. ഇനി ഈ സാഡിൽ കീ എന്ന് പറഞ്ഞാൽ, സാഡിൽ കീ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിൻ്റെ മുകളിൽ സ്ലോട്ടില്ല, ഹബ്ബിൽ മാത്രമേ സ്ലോട്ടുള്ളൂ. ആ ഹബ്ബിൽ സ്ലോട്ടിൽ ഇതിലേക്ക് പിന്നെ കീ ഇൻസേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് അത് ടൈറ്റ് ആവും. ഷാഫ്റ്റും ഹബ്ബും തമ്മിൽ ഈ കീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ആവും. അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് പിന്നെ പവർ ഷാഫ്റ്റിൽ നിന്ന് ഹബ്ബിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് സങ്ക് കീ ആൻഡ് സാഡിൽ കീ, അത് മെയിൻ ക്ലാസിഫിക്കേഷൻ. ഇനി കീകൾ പല തരമുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ഇപ്പോൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സങ്ക് കീ എന്ന് പറയുന്നത് ഷാഫ്റ്റിലും ഹബ്ബിലും ഒരുപോലെ തന്നെ പിന്നെ ഓരോ സ്ലോട്ട് ഉണ്ടായിരിക്കും. ഷാഫ്റ്റിലുണ്ടായിരിക്കുന്ന 0.6 H, ഷാഫ്റ്റിൽ കുറച്ച് കൂടുതൽ ആഴത്തിലുണ്ടാവും. അതിന് 0.4 പാർട്ട് ഹബ്ബിലും ഉണ്ടാവും. നേരെ മറിച്ച് സാഡിൽ കീയിൽ ഈ ഹബ്ബിൽ മാത്രമേ സ്ലോട്ടുള്ളൂ, ഷാഫ്റ്റിൽ സ്ലോട്ടില്ല. ഷാഫ്റ്റുമായിട്ട് ടൈറ്റ് ആകുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് ഹബ്ബും ഷാഫ്റ്റും ഒരുപോലെ മൂവ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസ് ഈ സങ്ക് കീയാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് പിന്നെ ബാക്കി എന്തൊക്കെയാണ് കീകളുടെ ക്ലാസിഫിക്കേഷൻ. ഒരു ധാരാളം ടൈപ്പ് കീകളുണ്ട്. അതിൻ്റെ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് സി, അങ്ങനെ ഓരോന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പാരലൽ കീസ്. പാരലൽ കീസ്
എന്ന് പറഞ്ഞാൽ പാരലൽ കീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ടേപ്പറില്ല. ഒരു അഗ്രം മുതൽ മറ്റേ അഗ്രം വരെ ഒരേ ഹൈറ്റിൽ പോകുന്ന കീയാണ് പാരലൽ കീ. പിന്നെ ടേപ്പർ കീ ആണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പാരലൽ കീ ആൻഡ് ടേപ്പർ കീ. ഈ പാരലൽ കീയിൽ ഇത്രയാണ് വ്യത്യാസം. തുടക്കം മുതൽ അവസാനം വരെ ആ ത്രൂ ഔട്ട് ദ ലെങ്ത് ഒരേ തിക്നെസ് ആണ്. അതാണ് പാരലൽ കീ എന്ന് പറയുന്നത്. അതായത് ബേസും ടോപ്പും ഒരേ പാരലായിട്ട് പോകുന്നു. അതിൻ്റെ അതിൽ തന്നെ ഒന്നാമത്തെ റൗണ്ട് എൻഡ് ടൈപ്പ്. രണ്ട് എൻഡുകളും റൗണ്ട് ചെയ്തിരിക്കുന്ന ടൈപ്പാണ് റൗണ്ട് എൻഡ് ടൈപ്പ്. ഇത് രണ്ട് എൻഡും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അതിനെ സ്ക്വയർ എൻഡ് ടൈപ്പ് എന്നും പറയുന്നു. അതിൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു ചാംഫർ ഉണ്ട്. രണ്ട് തരത്തിൽ റൗണ്ട് എൻഡിലാണെങ്കിലും സ്ക്വയർ എൻഡിലാണെങ്കിലും മോൾ ഭാഗം ചെറുതായിട്ട് ചാംഫർ ചെയ്തിരിക്കുന്നുണ്ടാവും. അതിൽ ടൈപ്പ് എ ബോത്ത് എൻഡ് റൗണ്ടഡ്. അപ്പോൾ ആ രണ്ട് എൻഡും റൗണ്ട്. ഇത് ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് എൻഡും റൗണ്ട് ചെയ്തിരിക്കുന്ന ടൈപ്പിനെയാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. രണ്ട് എൻഡ് സ്ക്വയർ ആണ്. ബോത്ത് എൻഡ് സ്ക്വയർ. രണ്ട് എൻഡ് സ്ക്വയർ. മുകളിലും താഴെയും ചെറിയ ചാംഫർ ഉണ്ടാവും. അത് ഈ റൗണ്ടിനും ഉണ്ട് കേട്ടോ. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല എന്ന് വെച്ചാലും മുകളിലും താഴെയും ചെറിയ ചാംഫർ ഉണ്ടാവും. അത് അപ്പോൾ ടൈപ്പ് എ എന്താണ്? ബോത്ത് എൻഡ് റൗണ്ട്. ടൈപ്പ് ബി ബോത്ത് എൻഡ് സ്ക്വയർ. പാരലൽ കീ തന്നെ. ഇനി സി, ടൈപ്പ് സി എന്ന് പറയുന്നത് രണ്ട് എൻഡും ബോത്ത് എൻഡ് റൗണ്ട് ആൻഡ് വൺ ഹോൾ ഫോർ റീറ്റെയിനിങ് സ്ക്രൂ. ഇവിടെ ഒരു സ്ക്രൂ ത്രെഡ് ഉണ്ടാവും. കാരണം അത് കീ വേയിൽ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ക്രൂ ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്ക്രൂ എടുത്തിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അത് കീ വേയിൽ നിന്ന് ഉയർന്നു വരും. അതാണ് ടൈപ്പ് സി. അതായത് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇനി ടൈപ്പ് ഡി എന്ന് പറയുന്നത് സ്ക്വയർ എൻഡ്. രണ്ട് സൈഡും സ്ക്വയറാണ്. നടുക്കൊരു സ്ക്രൂ ഉണ്ട്. ഇൻറ്റേർണൽ ത്രെഡുള്ള ഒരു സ്ക്രൂ ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ, ക്ലോക്ക് വൈസ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രൂ താഴെ ചെന്ന് മുട്ടുമ്പോൾ ഈ കീയ മുകളിലേക്ക് പൊങ്ങി വരും. റീറ്റെയിനിങ് സ്ക്രൂ. അതിനെ റിലീസ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഉണ്ട്. അതാണ് ടൈപ്പ് സിയും. സ്ക്വയർ എൻഡിൽ സ്ക്രൂ ഉണ്ടെങ്കിൽ ടൈപ്പ് ഡി എന്നും പറയും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇയിൽ ഈ സ്ക്രൂവിൻ്റെ എണ്ണം 2 ഉണ്ട്. അത്രയേ ഉള്ളൂ. ഒരെൻഡിലൊന്ന്. അപ്പോൾ നീളമുള്ള കീകളാണെങ്കിൽ ഒരു സൈഡിൽ സെൻറ്ററിൽ മാത്രം സ്ക്രൂ എടുത്തുകൊണ്ട് കാര്യമില്ല, രണ്ട് സൈഡിലും സ്ക്രൂ ഉണ്ടാവണം. ഇനി ടൈപ്പ് എഫിൽ സ്ക്വയർ എൻഡാണ്. രണ്ട് സൈഡിലും സ്ക്വയറാണ്. രണ്ട് റീറ്റെയിനിങ് സ്ക്രൂ ത്രെഡ് ഉണ്ട്. ഇനി ടൈപ്പ് ഇ ആണെങ്കിൽ അഡീഷണൽ ടാപ്പ് ഹോൾ, ജാക്കിംഗ് സ്ക്രൂ ഓഫ് സൈസ് 12x8 ആൻഡ് അപ്വേർഡ്. അതിൻ്റെ സെൻറ്ററിൽ മറ്റൊരു ജാക്കിംഗ് സ്ക്രൂ മീൻസ് അത് ഉയർത്തിയെടുക്കാനുള്ള സ്ക്രൂ. സെൻറ്ററിൽ മറ്റൊരു സ്ക്രൂ കൂടെ ഉണ്ട്. ടൈപ്പ് F2 അഡീഷണൽ ടാപ്പ് ഹോൾ, ജാക്കിംഗ് സ്ക്രൂ ഓഫ് സൈസ് 12x8 ആൻഡ് അപ്വേർഡ്. അവിടെയും സെൻറ്ററിൽ മറ്റൊരു മുകളിലേക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പിംഗ് ഹോളുണ്ട്. ടൈപ്പ് എഫ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ജി എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ് സ്ക്വയർ വിത്ത് ചാംഫർ, വൺ ഹോൾ ഫോർ റീറ്റെയിനിങ് സ്ക്രൂ. ടൈപ്പ് ജി എന്ന് പറയുമ്പം അത് രണ്ട് എൻഡും സ്ക്വയർ തന്നെയാണ്. ചാംഫറുണ്ട്, ചെറിയ ചരിവുണ്ട് ഈ കീക്ക്. അതിൻ്റെ നടുക്ക് ഒരു ത്രെഡഡ് ഹോളുണ്ട്, റീറ്റെയിനിങ് സ്ക്രൂ. അതായത് ഇവിടെ ഒരു ത്രെഡഡ് ഹോളുണ്ട്. ഇനി ടൈപ്പ് എച്ച് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ കീക്ക് ഒരു ചാംഫറുണ്ട്, ബട്ട് രണ്ട് റീറ്റെയിനിങ് സ്ക്രൂ ഉണ്ട്. 2 ഹോൾസ് ഫോർ റീറ്റെയിനിങ് സ്ക്രൂ. രണ്ട് ഹോളുകളുണ്ട്. അതിൻ്റെ സെക്ഷണൽ വ്യൂ കണ്ട് ഇവിടെ ഒരു
അതിനൊരു കൗണ്ടറുണ്ട്. അതിൻ്റെ കൂടാതെ ആ ത്രെഡും ഉണ്ട്, ത്രെഡഡ് ഹോളുണ്ട്. അവിടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രൂ അതിൻ്റെ സ്ലോട്ടിൽ നിന്ന് പൊങ്ങി വരും. ഇനി ടൈപ്പ് ജെ എന്ന് പറയുന്ന ബോത്ത് എൻഡ് സ്ക്വയർ ആൻഡ് ഹോൾസ് ഫോർ 1 സ്പ്രിംഗ് ഡവൽ സ്ലീവ്സ്. ഇതിൻ്റെ അകത്ത് ഉയർത്തിയെടുക്കാനുള്ള സ്ക്രൂവിന് പകരം ഇവിടെ ഒരു ചെറിയൊരു സ്പ്രിങ്ങിന് വേണ്ടിയിട്ട്, അത് ത്രൂ ഔട്ട് ഹോളല്ല, ഇവിടെ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്ത് ഹബിനും ഷാഫ്റ്റിനും ഇടയിലൂടെ പ്രസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാഫ്റ്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടെങ്കിൽ സ്വമേധയാ അത് പൊങ്ങി വരും. അതാണ് ടൈപ്പ് ജെ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ സ്ക്രൂ അല്ലെങ്കിൽ കീയുടെ കോമൺ ആയിട്ടുള്ള ചില ഡയമെൻഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസുകളെ കുറിച്ചാണ് പറയുന്നത്. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് അനുപാതികമായിട്ടാണ് കീ സെലക്ട് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റും ഹബ്ബും ആണല്ലോ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ആനുപാതികമായിട്ടാണ് ഈ കീയുടെ സൈസുകൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും പഠിച്ചു. റിവറ്റഡ് ജോയിൻറ്റിൽ റിവറ്റ് ചെയ്യേണ്ട പ്ലേറ്റിന് ആനുപാതികമായിട്ടാണ് അതിൻ്റെ റിവറ്റിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ആനുപാതികമായിട്ട്, ചെറിയൊരു ഷാഫ്റ്റിന് വലിയ കീ ഇടില്ലല്ലോ, പിന്നെ വലിയ ഷാഫ്റ്റ് ആണെങ്കിൽ അതിന് ചെറിയൊരു കീ ഇട്ടാലും കാര്യമില്ല. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ആനുപാതികമായിട്ടാണ് കീയുടെ ഹൈറ്റും സൈസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുലയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ സൈസുകൾ എന്തൊക്കെയാണ്? ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ കീയുടെ വിഡ്ത്ത്, അതായത് ഈ വീതി, കീയുടെ ഏത് കീ ആണെങ്കിലും, ഏത് ടൈപ്പ് എ ബി സി ഡി എഫ് ജി എച്ച് ഏത് ടൈപ്പ് കീ ആണെങ്കിലും അതിൻ്റെ കീയുടെ വിഡ്ത്ത് ഓഫ് ദ കീ ബി സമം 0.25 ഡി, അതായത് ഡയമീറ്ററിന് 4/1 0.25 ഇൻറ്റു ഡി പ്ലസ് 2 mm. അതിനോടുകൂടി 2 mm എക്സ്ട്രാ ചേർക്കും. അപ്പോൾ 40 mm ഡയമീറ്ററുള്ള ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ കീയുടെ വിഡ്ത്ത് 40 ഇൻറ്റു 0.25 10 പ്ലസ് 2 12 mm ആയിരിക്കും ആ കീയുടെ വിഡ്ത്ത്. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. അതായത് എല്ലാത്തരം കീകൾക്കും ഇത് കോമൺ ആണ്. നോമിനൽ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈറ്റ്, തിക്നെസ് ഓഫ് ദി കീ. ഇവിടെ ഷാഫ്റ്റിൽ കൊടുക്കുന്ന തിക്നെസ്, ഇത് ഈ താഴെ മുതൽ ഈ മോള് വരെയുള്ള ഉയരം വരെയുള്ള തിക്നെസ് ഓഫ് ദി കീ, ഇതാണ് തിക്നെസ്. ഇത് മുമ്പേ പറഞ്ഞ വിഡ്ത്ത്, ഇത് തിക്നെസ്, ഈ ഉയരം. തിക്നെസ് ഓഫ് ദ കീ എത്രയാണ്? മാക്സിമം ഹൈറ്റ് 1/3 ഈ വിഡ്ത്തിൻ്റെ 1/3 സാഡിൽ ടൈപ്പിൽ 1/3. ഇനി അത് സാഡിൽ ടൈപ്പ് കീക്കാണ്. സാഡിൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഡിൽ ടൈപ്പ് കീ, ഇത് സങ്ക് കീ, ഇത് സാഡിൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തിരിക്കുന്നു താഴേക്ക്, ഷാഫ്റ്റിലും ഇതിലും എൻഗേജ് ചെയ്തിട്ടില്ല. സാഡിൽ ടൈപ്പ് ഹബിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അളവ് 1/3 ആണ്. ബിയുടെ ഈ വിഡ്ത്തിൻ്റെ 1/3 സാഡിൽ ടൈപ്പിന്. നേരെ മറിച്ച് പാരലൽ ടൈപ്പ് ആണെങ്കിൽ 0.66 ആണ്. 0.66 ഇൻറ്റു ബി, അതായത് ബിയുടെ ഏതാണ്ട് 2/3 ആണ് പാരലൽ ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ്. പാരലൽ ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ്. ഇനി ടാപ്പർ എന്ന് പറയുന്നത് ഇതിന് ചെരിവ്, ഒരു കീയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇതെല്ലാം പിന്നെ പാരലൽ കീസാണ്. ടാപ്പർ കീ നമ്മൾ നോക്കിയില്ല. ടാപ്പർ കീ ആണെങ്കിൽ 1/100 ആണ്. 100 mm ദൂരം പോകുമ്പോൾ 1 mm ചെരിവ്, അതാണ് 1/100. ഇനി ക്രോസ് സെക്ഷൻ ഓഫ് കീ
ക്രോസ് സെക്ഷൻ ഓഫ് കീ 2 ഇൻറ്റു 2 mm ടു 100 ഇൻറ്റു 50 mm. കീയുടെ ക്രോസ് സെക്ഷൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സൈസ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. ക്രോസ് സെക്ഷൻ 2 ഇൻറ്റു 2 ഇൻറ്റു മുകളിലും താഴെയും 2 mm. അപ്പോൾ അതുപോലെ 2 ഇൻറ്റു 2 mm മുതൽ 100 ഇൻറ്റു 50 mm വരെ ആണ് ക്രോസ് സെക്ഷൻ ഓഫ് കീ. ഇനി ലെങ്ത് 6 to 400 mm, നീളം 6 mm മുതൽ 400 mm വരെ നീളമാവാം. ചാംഫർ S=45 ഡിഗ്രി. ഈ ചെരിവുണ്ടല്ലോ, അതായത് ഈ ചെരിവ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ചെരിവ്, ഇത് ഫ്രണ്ട് വ്യൂവിലുള്ള ചെരിവ് 45 ഡിഗ്രി. ടോപ്പിൽ നോക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുക. അപ്പോൾ 45 ഡിഗ്രിയാണ് അതിൻ്റെ ചെരിവ് കൊടുക്കുക. S=0.1623 mm. എസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ്. നമ്മൾ അത്ര സൂക്ഷ്മമായിട്ട് ഇപ്പോഴും നമ്മൾ പഠിക്കേണ്ടതില്ല. കീ സ്പെസിഫിക്കേഷൻ A70 ഇൻറ്റു 36 ഇൻറ്റു 250. എ ടൈപ്പ്. എ സമൺ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ടൈപ്പ് എ എന്നാണ്. എ ടൈപ്പിൽ 70 ഇൻറ്റു 36 ഇൻറ്റു 20, 70 വീതി, 36 ഹൈറ്റ് ഇൻറ്റു 250 നീളം. കീ സ്പെസിഫിക്കേഷൻ 70 mm വിഡ്ത്ത്, 36 mm ഹൈറ്റ്, 250 mm ലെങ്ത്. അതായത് കീ സ്പെസിഫിക്കേഷനിൽ നമ്മൾ 70 ഇൻറ്റു 36 ഇൻറ്റു 250 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? 70 mm വിഡ്ത്ത്, വീതി 70 mm, 36 mm ഹൈറ്റ്, 250 mm നീളം എന്നാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ കീയുടെ ഒരു കീ നമ്മളൊരു ഡ്രോയിങ്ങിൽ ഒരു കീ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ A70 ഇൻറ്റു 36 ഇൻറ്റു 250 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് വീതി 70 വീതിയാണ്, 36 ഉയരം കനമാണ്, തിക്നെസ്സാണ്, 250 ലെങ്ത് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇനി മുമ്പേ പഠിച്ച് ഷാഫ്റ്റ് ആൻഡ് ഹബ് കീ 2 ടൈപ്പുണ്ട്. ഏതൊക്കെയാണ്? സംഘ് കീയും സാഡിൽ കീയും. അപ്പോൾ എ മുതൽ ടൈപ്പ് എച്ച് വരെയുള്ള കീകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത് ഏത് ടൈപ്പ് വന്നു കഴിഞ്ഞാലും ചോദിച്ചാൽ ടൈപ്പ് ഇ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹോള് വേണം. അത് 2 സൈഡും റൗണ്ട് ആയിരിക്കണം. ചെറിയൊരു മാർജിനിൽ ഇങ്ങനെ വരച്ചാൽ മതി. അത് കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി അളവുകളൊന്നും വേണമെന്നില്ല. എങ്കിൽ പോലും 8 ഇൻറ്റു 7 ഇൻറ്റു 10 ഇൻറ്റു 8, 8 mm വിഡ്ത്ത്, 7 mm ഹൈറ്റ്, 7 and 10 ഇൻറ്റു 8. ജാക്കിംഗ് സ്ക്രൂ ഓസോ 12 ഇൻറ്റു 8. ആ ജാക്കിംഗ് സ്ക്രൂവിൻ്റെ ഈ സൈസാണ് 10 ഇൻറ്റു 8 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഓരോ സ്ക്രൂവിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കുക. അതിനനുസരിച്ച് നമ്മളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിത്രം വരയ്ക്കണം. ടൈപ്പ് എ സാധാരണ ഒരു പാരലൽ കീ, ബോത്ത് എൻഡ് റൗണ്ടഡ്. ടൈപ്പ് ബി ബോത്ത് എൻഡ് സ്ക്വയർ. ടൈപ്പ് സി ബോത്ത് എൻഡ് റൗണ്ട് വിത്ത് 1 ഹോൾ ഫോർ റീറ്റൈനിങ് സ്ക്രൂ. ടൈപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ് സ്ക്വയർ ആൻഡ് 1 ഹോൾ ഫോർ റീറ്റൈനിങ് സ്ക്രൂ. ടൈപ്പ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡ് റൗണ്ട് ആൻഡ് 2 ഹോൾസ് ഫോർ റീറ്റൈനിങ് സ്ക്രൂ. ടൈപ്പ് എഫ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ് സ്ക്വയർ ആൻഡ് 2 ഹോൾസ് ഫോർ റീറ്റൈനിങ് സ്ക്രൂ. ടൈപ്പ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 ഹോളിൻ്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ ഹോളും കൂടെ ഉണ്ട്. ടൈപ്പ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയറാണ് 2 എൻഡും, 2 റീറ്റൈനിങ് ഹോളുണ്ട്, അതിന് അഡീഷണലായിട്ട് ഒരു ടാപ്പ് ഹോളും കൂടെ ഉണ്ടാവും. ടൈപ്പ് ജി എന്ന് പറയുമ്പോൾ പാരലൽ കീ ആണ്, പക്ഷേ ഒരു എൻഡ് ടാപ്പറാണ്. അതുപോലെ അതിലൊരു ടാപ്പിംഗ് ഹോളുണ്ട്,
ടൈപ്പ് എച്ചിൽ പാരലൽ കീയിൽ ഒരു ടേപ്പർ ഉണ്ട്. അവിടെ 2 എൻഡ് സ്ക്വയർ ആണ്. അതുപോലെ 2 ഹോൾസ് ഫോർ റീറ്റെയിനിങ് സ്ക്രൂ, 2 ഹോൾ ഉണ്ടാവും. അതുപോലെ ടൈപ്പ് ജെയിൽ ബോത്ത് എൻഡ് സ്ക്വയർ, ഒരു സ്പ്രിങ് ഡബിൾ സ്ലീവ്സ്, ഒരു ഹോള് സ്പ്രിങ്, ചെറിയൊരു സ്പ്രിങ് വേണ്ടിയിട്ട്, അതായത് താഴേക്ക് പ്രസ് ചെയ്ത് സ്ലീവിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഹബിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ക്രൂ അല്ലെങ്കിൽ പിന്നെ ആ കീ ആ സ്ലോട്ടിൽ നിന്നും പൊങ്ങി വരും. അതായത് ഒരു ടൈറ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടി ഒരു സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാവും. അതാണ് ടൈപ്പ് ജെ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കീ ടൈപ്പുകൾ. പാരലൽ കീകൾ. ഇനി നമുക്ക് ടേപ്പർ ടൈപ്പാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ കീസ് കഴിഞ്ഞു. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെയുള്ള തിക്നെസ് ഉള്ള കീയാണ് പാരലൽ കീസ് എന്ന് പറയുന്നത്. ഈ ശംഖ് കീസിൽ ശംഖ് കീയും സാഡിൽ കീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശംഖ് കീ എന്ന് പറയുന്നത് ഹബിലും ഷാഫ്റ്റിലും ഒരുപോലെ പിന്നെ കയറി നിൽക്കുന്ന കീകളാണ് ശംഖ് കീസ്. ആ ശംഖ് കീസിൽ പാരലൽ കീ ഉണ്ട്, ടാപ്പർ കീ ഉണ്ട്. പാരലൽ കീ എ ടു ജെ ടൈപ്പ് വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ടാപ്പർ ടൈപ്പ് കീ ആണ്. കീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ടേപ്പർ എന്ന് പറയുന്നത് ചെറിയൊരു ചെരിവുണ്ടാവും ആ കീയുടെ തുടക്കം മുതൽ, അതായത് സ്റ്റാർട്ടിങ്ങിലെ ഹൈറ്റിൽ നിന്നും എൻഡിലെ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു ടാപ്പർ. ആ ടാപ്പറിനെ സൂചിപ്പിക്കുന്ന അളവുകളാണ് 1:100 എന്ന് പറയുന്നത്. അതായത് 100 mm നീളം വരുമ്പോൾ 1 mm വീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് 1:100 അല്ലെങ്കിൽ 1:200 എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഇവിടെ പിന്നെ 100 മീറ്റർ നീളത്തിൽ അല്ല 100 മില്ലിമീറ്റർ നീളത്തിൽ 1 മില്ലിമീറ്റർ തിക്നെസ് വ്യത്യാസം. ഇവിടെ 10 mm ആണെങ്കിൽ ഇവിടെ 9 mm ആയിരിക്കും. ഇവിടെ ലെങ്ത് 100 മീറ്റർ ആണെങ്കിൽ. മനസ്സിലായല്ലോ? 100 മീറ്റർ ലെങ്ത്തിൽ 1 mm, 100 മില്ലിമീറ്റർ ലെങ്ത്തിൽ 1 മില്ലിമീറ്ററിന് വ്യത്യാസം ഇവിടെ, അതായത് തിക്നെസ്സിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡും തമ്മിലുള്ള വ്യത്യാസം. വളരെ ഗ്രാജുവലായിട്ടുള്ള ഒരു ചെരിവ് ഉള്ള തരം കീകളെയാണ് ടാപ്പർ കീ എന്ന് പറയുന്നത്. അതിൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഡി ആണെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ കീ സമം 0.25 d + 2 mm. മുമ്പേ പറഞ്ഞ പാരലൽ കീയുടെ പോലെ തന്നെ 0.25 d + 2 mm ആണ് അതിൻ്റെ വിഡ്ത്ത്. തിക്നെസ് ഓഫ് ദ കീ ഹൈറ്റ് 0.6 d, അതായത് ഡെപ്തിൻ്റെ 2/3 ഭാഗം. ലെങ്ത് 2d to 3d. ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ് ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം, ഷാഫ്റ്റ് ഹബ്ബ് ഏതാണ് ഷാഫ്റ്റ്, അതിൽ നിന്ന് ഗിയറിലേക്കോ പുള്ളിയിലേക്കോ ഒക്കെ കൊടുക്കുന്ന അതിനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ആയിരിക്കും കീയുടെ ലെങ്ത്. ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ കീയുടെ ലെങ്ത് ടേപ്പർ 1:100 എന്ന് പറഞ്ഞാൽ 1:100 എന്ന് പറഞ്ഞാൽ ഇവിടെ 100 മില്ലിമീറ്റർ നീളമാണെങ്കിൽ ഇവിടെ 10 mm ആണെങ്കിൽ ഇവിടെ 9 mm ആയിരിക്കും. ആ ശംഖ് കീയിൽ ടൈപ്പ് എ ബോത്ത് എൻഡ് റൗണ്ടഡ് നമ്മൾ പിന്നെ പാരലൽ കീയിൽ എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ് റൗണ്ടഡ് തന്നെയാണ്. ഈ ശംഖ് കീയിൽ ബോത്ത് എൻഡ് റൗണ്ടഡ് ബട്ട് ദർ ഇസ് എ സ്ലോപ്പ് വേരിയേഷൻ ഇൻ തിക്നെസ്. ടൈപ്പ് ബിയിൽ ബോത്ത് എൻഡ് സ്ക്വയർ, ദർ ഇസ് എ സ്ലോപ്പ്. ഇനി ടൈപ്പ് സിയിൽ ഒരു എൻഡ് സ്ക്വയറും മറ്റേ എൻഡ് റൗണ്ടും. അപ്പം ശംഖ് കീയിൽ ടാപ്പർ ടൈപ്പ് ശംഖ് കീയിൽ എ എന്ന് പറയുന്നത് ബോത്ത് എൻഡ് റൗണ്ട്, ടൈപ്പ് ബി എന്ന് പറയുന്നത് ബോത്ത് എൻഡ് സ്ക്വയർ, 2 എൻഡും സ്ക്വയറാണ്. ടൈപ്പ് സി എന്ന് പറയുന്നത് 1 എൻഡ് സ്ക്വയറും 1 എൻഡ് റൗണ്ടുമാണ്. അപ്പോൾ keys for shaft every 22 mm dia are square cross section, and keys for shaft above 22 mm are
റെക്ടാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അതായത് 22 mm ഡയമീറ്റർ വരെയുള്ള ഷാഫ്റ്റിനാണെങ്കിൽ സ്ക്വയർ നീളവും വീതിയും ഒരുപോലെ ആയിരിക്കും ക്രോസ് സെക്ഷനിൽ. ഇനി കീസ് ഫോർ ഷാഫ്റ്റ് എബോ 22 mm ഡയ ആർ റെക്ടാങ്കിൾ ഇൻ ക്രോസ് സെക്ഷൻ. അതിൻ്റെ ഉയരത്തിനേക്കാളും കൂടുതലായിരിക്കും വീതി. 22 mm ഡയയിൽ കൂടുതലാണെങ്കിൽ റെക്ടാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഉയരവും ഒരുപോലെ ആയിരിക്കും. ഇത് ഈ ക്രോസ് സെക്ഷൻ വീതിയും ഉയരവും ഒരുപോലെ ആയിരിക്കും. എങ്ങനെ? 22 mm ഡയമീറ്ററിനേക്കാളിലും കുറവുള്ള ഷാഫ്റ്റുകളാണെങ്കിൽ. 22 mm കൂടുതലാണെങ്കിൽ സ്ക്വയർ അല്ല റെക്ടാങ്കിൾ, അതായത് ഉയരത്തിനേക്കാളും കൂടുതലായിരിക്കും വീതി. ഇനി അടുത്ത ടൈപ്പ് നോക്കുക, ജിബ് ഹെഡ് കീ. നമ്മൾ ചിത്രത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ജിബ് ഹെഡ് കീ ആ കീയുടെ എൻഡിൽ ഒരു ചെറിയൊരു ഹെഡുണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ പാരലൽ ഒരു ചെറിയ ടേപ്പറുണ്ട്. അതുകൂടാതെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു ലോക്കിംഗ് ഹെഡുണ്ട്. ജിബ് ഹെഡ് ഹി ഹാവ് എ സ്ക്വയർ ഹെഡ് വിത്ത് ചാംഫർ 30 ഡിഗ്രി. ചെറിയൊരു 30 ഡിഗ്രി ചാംഫറാണ് ഈ ആംഗിൾ, ഈ ലൈനിൻ്റെ ആംഗിൾ. ദ കീ ഹെഡ് പോർഷൻ ഈസ് കോൾഡ് ജിബ്. ദ കീ ഹെഡ് പോർഷൻ ഈസ് കോൾഡ് ജിബ്. ഈ പോർഷനാണ് ജിബ് എന്ന് പറയുന്നത്. ജിബ്, ഈ ഹെഡ് പോർഷനെയാണ് ജിബ് എന്ന് വിളിക്കുന്നത്. എ വെഡ്ജ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ജിബ് ആൻഡ് ഹബ്. എ വെഡ്ജ് ഈസ് പ്ലേസ്ഡ്. വെഡ്ജ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിവുള്ള ചെരിഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സോളിഡ് പാർട്ട്. എന്താ പറയുക, മലയാളത്തിൽ പറഞ്ഞാൽ ആപ്പെന്ന് പറയും. ആപ്പ്, അത് ജിബ്. അതിന് എന്താ പറയുക, വെഡ്ജ് എന്ന് പറയും. വെഡ്ജ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ജിബ് ആൻഡ് ഹബ്. ഈ ജിബിനും ഹബിനും ഇടയിൽ ചെറിയൊരു ടേപ്പർ ഉണ്ടാവും. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഡി ആണെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ കീ ബി 0.25 d + 2 mm. സാധാരണ പോലെ എല്ലാ കീയിലെയും പോലെ തന്നെ വിഡ്ത്ത് 0.25 d + 2 mm. തിക്നെസ് ഓഫ് ദ കീ 0.66 d. അതും സാധാരണ പോലെ തന്നെ എല്ലാ കീയിലും അങ്ങനെ തന്നെയാണ്. തിക്നെസ് ഓഫ് ദി ഹെഡ് h1 ഈ ഹെഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 h. ഈ എച്ചിൻ്റെ 3/4 ഭാഗം കൂടെ കൂടുതലുണ്ടാവും മുകളിലോട്ട്. ഇത് h ആണ്, ഇത് 0.75 h ആണ്. അപ്പോൾ ടോട്ടൽ 1.75 h ആണ് ഹൈറ്റ്. ഇനി ലെങ്ത് ഓഫ് ദി ഹെഡ്. ഈ ഹെഡിൻ്റെ ലെങ്ത് 1.5 h. ഈ ഹെഡിൻ്റെ ലെങ്ത് 1.5 h. ചാംഫർ ഓഫ് ദി ഹെഡ്, ഇതിൻ്റെ ചെരിവ് 30 ഡിഗ്രി. അതാണ് ജിബ് ഹെഡ് കീ. ജിബ് ഹെഡ് കീ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. ചെറിയ ചില വളവുകൾ, അതെല്ലാം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഡി ആണെങ്കിൽ ഈ ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എല്ലാ കീകൾക്കും കോമൺ ആണ്. അതുപോലെ തിക്നെസ് ഓഫ് ദി ഹെഡ് ഈ എച്ചിനേക്കാളും 0.75 h മുകളിലേക്ക് ഉണ്ടാവുക. ഇത് 30 ഡിഗ്രി ആംഗിളും അത്രമാത്രം. ഈ വീതി 1.5 h ആണ്. അത്രയും അളവുകൾ ഓർമ്മയുണ്ടായിരിക്കണം. അടുത്ത വുഡ് റഫ് കീ ഓർ ടാപ്പേഡ് ഷാഫ്റ്റ്. ചെരിഞ്ഞ ഷാഫ്റ്റുകളിൽ, ഈ ഷാഫ്റ്റിൽ ഇങ്ങനെ ചെരിഞ്ഞ ഒരു ഷാഫ്റ്റിൽ നമ്മളൊരു ഹബ്ബ് ഗിയറോ എന്തെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കീ കൊടുക്കാതെ, അത് നമുക്ക് സാധാരണ ഒരു പാരലൽ കീ കൊണ്ട് നമുക്ക് അവിടെ പിന്നെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സൈഡ് റൗണ്ട്, ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇത്തരം കീക്ക് പറയുന്ന പേരാണ് വുഡ് റഫ് കീ. വുഡ് റഫ് കീ ഇൻ ദ ഷേപ്പ് ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് എ സർക്കുലർ ഡിസ്ക്. ഒരു വൃത്തത്തിൻ്റെ ഭാഗം പോലെ, സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ പോലെയാണ് ഈ വുഡ് റഫ് കീയുടെ പിന്നെ ഷേപ്പ്. ദിസ് കീ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവ്സ് ഓൺലി. ചെറിയ ലൈറ്റ് ഡ്യൂട്ടി, വളരെ ഹെവി
ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനൊന്നും ഇത്തരം കീകൾ ഉപയോഗിക്കാറില്ല. There are two series of Woodruff keys available. Series 1 transmission of power, Series 2 position application. പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഷാഫ്റ്റിൽ ഹബ്ബ് ചെയ്യുന്ന പിന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷാഫ്റ്റിൽ ഹബ്ബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒന്ന് പൊസിഷൻ ആപ്ലിക്കേഷൻ. ഇതിങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് ഇത് ചില പിന്നെ ഹബ്ബുകൾ അല്ലെങ്കിൽ ഇത് ഏത് തരത്തിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇത് റൗണ്ട് ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പൊസിഷൻ ആപ്ലിക്കേഷനിൽ കറക്റ്റ് ഒരേ ലീനിയർ മോഷൻ അല്ലെങ്കിൽ പോലും ഒരേ ഈ ഹബ്ബും ഷാഫ്റ്റും ഒരേ ലൈനിൽ ഒരേ ലൈനിൽ അല്ലെങ്കിൽ പോലും ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും, ചെറിയൊരു വേരിയേഷൻ. അപ്പം പൊസിഷൻ ആപ്ലിക്കേഷൻ അങ്ങനെയും കൂടെ ഈ കീക്ക് ഒരു ആപ്ലിക്കേഷനുണ്ട്. അതായത് ഈ ഷാഫ്റ്റിൽ നിന്ന് ഹബ്ബ് സ്വല്പം ചെറിയൊരു ആംഗിൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും പവർ എ ടു ബി, എ ഷാഫ്റ്റിൽ നിന്ന് ഹബ്ബിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് DM, തിക്നെസ് ഓഫ് ദി key BM, D/6. thickness of the key, ഇതാണ് തിക്നെസ് D/6. ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിൻ്റെ 6/1 D/6. ഹൈറ്റ് ഓഫ് ദി കീ, ഇതാണ് മൊത്തം ഹൈറ്റ് 1.75B. ഈ ബിയുടെ 1.75 പാർട്ട്. റേഡിയസ് ഓഫ് ദി കീ R. ഇതൊരു ഹാഫ് സർക്കിളാണല്ലോ, സെമി സർക്കിൾ. ആ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഓഫ് ദി കീ R is equal to 2B or D/3. ബ്രെഡ്ത്തിൻ്റെ 2 മടങ്ങ് അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിൻ്റെ 3/1 D/3. പ്രൊജക്ഷൻ ഓഫ് കീ എബോവ് ഷാഫ്റ്റ്, അതായത് ഈ ഷാഫ്റ്റിൻ്റെ മുകളിലേക്കുള്ള ഈ ഭാഗം പ്രൊജക്ഷൻ, ഈ എബോ ഷാഫ്റ്റിൻ്റെ മുകളിലേക്ക് എത്രമാത്രം ഉയർന്നു നിൽക്കും, അത് T/2. ടോട്ടൽ തിക്നെസ്സിൻ്റെ പകുതി. ടോട്ടൽ തിക്നെസ് ഈ റേഡിയസ് തന്നെയാണല്ലോ. ഈ റേഡിയസിൻ്റെ പകുതി ഭാഗമാണ്, അതിൻ്റെ ഹാഫ് പാർട്ടാണ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുക. അപ്പോൾ ഇതാണ് വുഡ്രഫ് കീ എന്ന് പറയുന്നത്. ഏതാണെന്ന് ഏകദേശം ഈ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് പിന്നെ ഹബ്ബും ഷാഫ്റ്റും ചെറിയ അലൈൻമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് എൻഗേജ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഈ ഭാഗം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി സ്പെഷ്യൽ കീസ്, പ്രത്യേകതരം ചില കീകളാണ്. ഡൗട്ടെയിൽ കീ. ഇവിടെ നോക്കുക, അതിൻ്റെ വ്യത്യാസം പ്രത്യേകത ഇതാണ്. ഷാഫ്റ്റ്, ഇത് ഹബ്ബ്. ഷാഫ്റ്റിൽ ഒരു പാർട്ട് എൻഗേജ് ആയിരിക്കുന്നു. ആ കീയുടെ ഒരെൻഡ് ഈ ഡൗട്ടെയിൽ പോലെ, ഡൗട്ടെയിൽ ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം വീതി കൂടിയും ഒരു വശം വീതി കുറഞ്ഞും ഇങ്ങനെ നിൽക്കുന്നു. ഇത്തരം കീയാണ് ഡൗട്ടെയിൽ കീ എന്ന് പറയുന്നത്. സിംഗിൾ ഹെഡ് കീ, ഇത് ഷാഫ്റ്റ്, നിലമുകളിൽ ഹബ്ബ്. ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഷാഫ്റ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, ഹബ്ബിലേക്കും കയറി നിൽക്കുന്നു. ബട്ട് ഇതിനൊരു ചെറിയൊരു എൻഡ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് ഒരു സ്ക്രൂ ഈ ഹബ്ബുമായിട്ട് സ്ക്രൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഹബ്ബിൻ്റെ പൊസിഷൻ, ഹബ്ബുമായിട്ടൊരു പ്രത്യേക ഒരു കണക്ഷൻ ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് ഇവിടെ ഈ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഡബിൾ ഹെഡ് കീ. ഇത്തരം കീകൾ നമ്മൾ ഹബ്ബിൽ കയറ്റി വിട്ടതിന് ശേഷം ഈ ഷാഫ്റ്റ് ഇങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ. ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ഇത്തരം കീ നമ്മൾ കയറ്റാൻ പറ്റുള്ളൂ. ഈ ഡബിൾ ഹെഡ് കീ 2 എൻഡിലും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഹബ്ബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇത് ഹോൾഡ് ചെയ്യുന്നു. ഹബ്ബിൻ്റെ അതേ സൈസിലായിരിക്കും ഇതിൻ്റെ സ്ലോട്ട്. ഇനി പെഗ് കീ. ചിത്രത്തിൽ കാണുന്ന പോലെ ഷാഫ്റ്റിലേക്ക് ഇറങ്ങിയിരിക്കും, അതുപോലെ ഹബ്ബിലേക്ക് കയറി നിൽക്കും. അത് ഹബ്ബിലേക്ക് ഒരു എക്സ്ട്രാ പോർഷൻ ഉയർന്നു നിൽക്കുന്നു. അതാണ് ഹബ്ബിക്ക്. അതായത് ഈ കീ അങ്ങോട്ടോ ഇങ്ങോട്ടോ
സ്ലിപ്പായി പോകില്ല. അതായത് ഈ ഹബ്ബ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കീയും മൂവ് ചെയ്യും. പക്ഷേ ഇവിടുന്ന് ഷാഫ്റ്റുമായിട്ടുള്ള കണക്ഷൻ അത് ഷാഫ്റ്റുമായിട്ടുള്ള കണക്ഷൻ വിടില്ല. ഇവിടെ അത് തന്നെയാണ്. ഈ ഹബ്ബ് മുമ്പോട്ടോ പുറകോട്ടോ ഈ 3 കീയിലും ഇത് തന്നെയാണ്. ഹബ്ബ് എന്ന് പറയുന്നത് ഈ പുറമേ ഉള്ള ഭാഗം. ആ ഹബ്ബ് മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്താലും, ഷാഫ്റ്റിന് പാരലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ കീ അതിൻ്റെ പൊസിഷൻ പിന്നെ ഷാഫ്റ്റുമായിട്ടുള്ള പിടുത്തം വിടുന്നില്ല. മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്താലും ഈ ഹബ്ബുമായിട്ടുള്ള കോണ്ടാക്റ്റ് വിടുന്നില്ല പെഗ് കീയിലും. അങ്ങനെ ഉള്ളൊരു 3 ടൈപ്പ് കീ ആണ്. അതുപോലെ ഡൗട്ടെയിൽ കീയിലും 4 തരം കീ ആണ്. ഡൗട്ടെയിൽ കീ, സിംഗിൾ ഹെഡ് കീ, ഡബിൾ ഹെഡ് കീ ആൻഡ് പെഗ് കീ. അപ്പോൾ ഈ കീ എന്ന് ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പുകൾ ഓർമ്മയുണ്ടാവണം. ഡൗട്ടെയിൽ കീ അത് ഫുള്ള് വരച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. സിംഗിൾ ഹെഡ് കീ, ഒരു സൈഡിൽ മാത്രം ഹെഡ്. ഡബിൾ ഹെഡ് കീ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. സിംഗിൾ ഹെഡ് കീക്ക് ഒരു സ്ക്രൂ ഉണ്ടാവും ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യാൻ. ഡബിൾ ഹെഡ് കീയിൽ 2 സൈഡിലും ലോക്ക് ഉണ്ടാവും. പെഗ് കീ എന്ന് പറയുന്നത് നടുക്കൊരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഇനി കോൺ കീസ്. കോൺ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 പീസ്, 3-4 പീസുകളായിട്ടായിരിക്കും ഈ കീ ഉണ്ടാവുക. ഷാഫ്റ്റിലേക്ക് ഹബ്ബ്, ഷാഫ്റ്റ്, അവിടെ ചുറ്റും റൗണ്ടഡ് ആയിട്ട്, അതായത് പിന്നെ ശംഖ് കീ പോലെ ഷാഫ്റ്റിലേക്ക് കടന്നു നിൽക്കുന്നില്ല. ബട്ട് ഹബ്ബിൽ അത് പിന്നെ ഒരു ടേപ്പറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ തമ്മിലൊരു ഫ്രിക്ഷൻ കൊണ്ട് ഹബ്ബും ഷാഫ്റ്റും കൂടെ യോജിപ്പിക്കുന്നു. ഒരാപ്പ് അടിച്ച് കയറ്റിയതുപോലെ ഒരു ടേപ്പറാണ്. അപ്പോൾ ഈ കീ, ഇതാണ് കീ എന്ന് പറയുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 3 പീസാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പ്രസ് ചെയ്തിരിക്കുന്ന ഹബ്ബും ഷാഫ്റ്റും തമ്മിലൊരു പോസിറ്റീവ് എൻഗേജ്മെൻറ്റ് ഉണ്ടാകുന്നു. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ്. സ്പ്ലൈൻഡ് ഹബ്ബ്, സ്പ്ലൈൻഡ് ഷാഫ്റ്റ്. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രൊപ്പല്ലർ ഷാഫ്റ്റൊക്കെ എൻഡിൽ യൂണിവേഴ്സൽ ജോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം ഒരു സ്പ്ലൈൻഡ് സ്ലോട്ടിൽ ഷാഫ്റ്റ് പിന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ടു ആൻഡ് ഫ്രോ മോഷൻ, ഈ ഷാഫ്റ്റ് മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്താൽ പോലും ഇവിടെ ഈ ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷൻ ഈ ഹബ്ബിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കീ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന് മാത്രമേ ഉള്ളൂ. ഇത് ഹബ്ബ് ഷാഫ്റ്റും ആകുമ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സൈഡ് വ്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഹബ്ബ്, സ്ലൈൻഡ് ഹബ്ബ്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഈ ഹബ്ബിനുള്ളിലേക്ക് കയറി നിൽക്കുന്നു. അത് മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ് ആവുന്നില്ല. അതായത് ഷാഫ്റ്റ് കറങ്ങിയാൽ ഈ ഹബ്ബും കൂടെ കറങ്ങും. അത് മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്താലും അത് ഒരേപോലെ തന്നെ കറങ്ങുന്നു. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ് ഹാവ് മൾട്ടി കീസ് ഇൻ ദെയർ സർക്കംഫറൻസ്. അതായത് 1, 2, 3, 4, 5, 6 ഇവിടെ കാണിച്ചിരിക്കുന്നത് 6 കീ ഉള്ളതിന് തുല്യമാണ്. അതായത് കീ എന്ന് പറയുന്ന ഈ പ്രൊജക്ഷൻ ഷാഫ്റ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഷാഫ്റ്റിൻ്റെ മുകളിൽ കീയും ഹബിൻ്റെ മുകളിൽ സ്ലോട്ടും. പ്രത്യേക ഒരു കീ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു ഡിഫറൻറ്റ് പാർട്ടല്ല. ഷാഫ്റ്റിൽ കീ ഡിസൈൻ ചെയ്തിരിക്കുന്നു, ഹബിൽ അതിൻ്റെ സ്ലോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹബിലേക്ക് ഷാഫ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഹബും ഷാഫ്റ്റും കൂടി ഒരുമിച്ച് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. Splined shaft and hub have multi keys in their circumference. They are mostly used in automobile and machine tools industries. Machine toolകളിലും application. The heavy torque to be transmitted without slip. The transmitting power by sliding or fixed gears, pulley and other rotating parts. Transmitting power by sliding or fixed gear. സ്ലൈഡിങ് ഗിയർ ആണെങ്കിലും ഫിക്സഡ് ഗിയറുകളാണെങ്കിലും തമ്മിൽ ഈ ഗിയർ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാലും റൊട്ടേഷനിൽ വ്യത്യാസം വരുന്നില്ല.
അത് ഷാഫ്റ്റും ഹബും തമ്മിലുള്ള കണക്ഷനിൽ വ്യത്യാസം വരുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത്തരം സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആൻഡ് ഹബ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഓട്ടോമൊബൈലിൽ നമ്മൾ കാണുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റും ഡിഫറൻഷ്യലും തമ്മിലുള്ള കണക്ഷനിലാണ്. അത് വാഹനം പിന്നെ വലിയ ഹമ്പിലോ അല്ലെങ്കിൽ കുഴിയിലോ ഒക്കെ കയറി ഇറങ്ങുമ്പോൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനിൽ നിന്നുള്ള റിയർ ആക്സലിൻ്റെ ഡിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്പ്ലൈൻഡ് ഷാഫ്റ്റിൻ്റെ മുകളിൽ ഹബ്ബ് മുമ്പോട്ടും പുറകോട്ടും സ്ലൈഡ് ചെയ്തുകൊണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓട്ടോമൊബൈലിൽ വളരെ അധികം പ്രയോജനപ്രദമായ ഒരു മെക്കാനിക്കൽ സംവിധാനമാണ് ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ്.